നമസ്കാരം. ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലുമെല്ലാം നിരവധി മെസ്സേജുകളാണ് സോളാറിനെ സംബന്ധിച്ച് അനൗൺസ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോളാറിന്റെ കാലം കഴിഞ്ഞു, സോളാർ വെച്ചവരുടെ എല്ലാം പണം നഷ്ടമായി, ഇങ്ങനെയുള്ള നിരവധി കമന്റുകൾ. എന്നാൽ ആദ്യമേ ഞാൻ സിമ്പിളായിട്ട് ഓൺ ഗ്രിഡ് എന്താണ്, ഓഫ് ഗ്രിഡ് എന്താണ് എന്ന് ഞാനൊന്ന് പറയാം. ആദ്യകാലത്ത് നമ്മുടെ ഇവിടെ കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരുന്നത് ഓഫ് ഗ്രിഡ് സിസ്റ്റമാണ്. ഓഫ് ഗ്രിഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ബാറ്ററി ഉണ്ട്, ഓഫ് ഗ്രിഡ് ഇൻവെർട്ടർ, പാനൽ. ഈ പാനൽ നമ്മുടെ വീടിന് മുകളിൽ അല്ലെങ്കിൽ സൺലൈറ്റ് കിട്ടുന്ന ലൊക്കേഷനിൽ വെച്ച് ലോഡിന് ആനുപാതികമായ ഇൻവെർട്ടറും വെച്ച് നമ്മുടെ ലോഡിനെ വർക്ക് ചെയ്യിക്കുന്നതിന് അനുയോജ്യമായ ഒരു സിസ്റ്റമാണ്. അതിന് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പെർമിഷന്റെ ആവശ്യമില്ല. അതായത് നമ്മൾ സോളാർ പവർ ജനറേറ്റ് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. മിച്ചം വരുന്ന കറണ്ട് നമ്മൾ ബാറ്ററിക്കകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചുകൊണ്ട് രാത്രിയിലോ സൺലൈറ്റ് ഇല്ലാത്തപ്പോഴോ നമുക്കത് ഉപയോഗിക്കാം. അതാണ് ഓഫ് ഗ്രിഡ് സിസ്റ്റം. എന്നാൽ ഓൺ ഗ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ അനുവാദത്തോടു കൂടി സോളാർ പാനലും സോളാർ ഇൻവെർട്ടറും വെച്ച് നമ്മൾ പവർ ജനറേറ്റ് ചെയ്ത് ഇലക്ട്രിസിറ്റി ബോർഡിന് എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കുകയും ദ സെയിം ടൈം നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഓൺ ഗ്രിഡ് സിസ്റ്റം, അല്ല ഗ്രിഡ് ടൈ ഇൻവെർട്ടർ, അല്ല ഗ്രിഡ് ടൈ സോളാർ പവർ സിസ്റ്റം എന്ന് പറയുന്നത്. ഏതാണ്ട് 2000 കാലഘട്ടത്തിലാണ് ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റം നമ്മളിവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങിയത്. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ ബിസിനസ് ഫീൽഡിൽ 1990 മുതലുണ്ട്. 2000 കാലഘട്ടത്തിൽ ഞങ്ങൾ ഓഫ് ഗ്രിഡ് സിസ്റ്റം നല്ല രീതിയിൽ കേരളത്തിൽ നല്ലൊരു ഏരിയ കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അന്ന് ഈ സിസ്റ്റം വെച്ചവരെല്ലാം വളരെ ഹാപ്പി ആയിരുന്നു. അവർ ബാറ്ററിയും വെച്ച് അവർക്ക് കറണ്ട് പോകുന്ന വിവരം അറിയുന്നുമില്ല. അതുപോലെ തന്നെ അവർക്ക് ഇലക്ട്രിസിറ്റി ബില്ലിൽ ഗണ്യമായ നല്ല രീതിയിലുള്ള ഒരു കുറവ് അവർക്കുണ്ടായിട്ടുണ്ട്. അവിടെ ആകെയുള്ളൊരു ന്യൂനത ബാറ്ററിയുടെ മെയിൻ്റനൻസ് മാത്രമായിരുന്നു. എന്നാൽ ഏകദേശം ഒരു 2012 കാലഘട്ടത്തിൽ ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റത്തിന് ഗവൺമെൻറ് ഒരു സബ്സിഡി അനൗൺസ് ചെയ്യുകയും ആ സബ്സിഡി പ്രകാരം അന്ന് ഓൺ ഗ്രിഡ് ഇല്ല, ഈ ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിന് സബ്സിഡി അനൗൺസ് ചെയ്യുകയും 10,000 റൂട്ട് ടോപ്പ് പവർ പ്ലാന്റ് 1 കിലോവാട്ടിന്റെ വെക്കാൻ സബ്സിഡി നൽകുന്ന ഒരു പ്രോസസ്സ് ഇംപ്ലിമെന്റ് ചെയ്തു. ഇംപ്ലിമെന്റ് ചെയ്യുന്നുള്ളൊരു അനൗൺസ്മെന്റ് വന്നു. അങ്ങനെ നോർമലി സോളാർ വെച്ചുകൊണ്ടിരുന്ന കൺസ്യൂമേഴ്സ് ഈ സബ്സിഡിക്കായി വെയിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. അങ്ങനെ വന്നപ്പോൾ ഈ സോളാറിന്റെ ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് പെട്ടെന്നൊരു ബ്രേക്ക് വീഴുകയും സബ്സിഡിക്കായി ആൾക്കാർ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. ശേഷം ഈ സബ്സിഡി സ്കീം വരികയും അതിൻ്റെ അകത്ത് നിശ്ചിത കമ്പനികളെ ഗവൺമെന്റ് സെലക്ട് ചെയ്യുകയും ആ നിശ്ചിത കമ്പനികൾ ത്രൂ ഇൻസ്റ്റലേഷൻ നടക്കുകയുണ്ടായി. എന്നാൽ 2-3 വർഷം കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന കമ്പനികളൊന്നും പ്രോപ്പറായ ആഫ്റ്റർ സെയിൽസ് സർവീസ് സപ്പോർട്ട് ഈ സിസ്റ്റത്തിന് കൊടുക്കാതെ വന്നപ്പോൾ അതിൻ്റെയും ആ ഒരു പ്രസക്തി നഷ്ടപ്പെടാൻ തുടങ്ങി. ആ സാഹചര്യത്തിലാണ് 2013-15 കാലഘട്ടത്തിൽ ഓൺ ഗ്രിഡ് സിസ്റ്റം വരുന്നത്. അപ്പോൾ ഈ ബാറ്ററിയുടെ മെയിൻ്റനൻസിനെ പേടിച്ച് എല്ലാവരും ഈ ഓൺ ഗ്രിഡ് സിസ്റ്റത്തിലേക്ക് പതുക്കെ ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങി. കാരണം അന്നത്തെ ഓൺ ഗ്രിഡ് സിസ്റ്റത്തിന് നൽകിയിരുന്ന അട്രാക്ഷൻസ് വളരെ വലുതായിരുന്നു. വളരെ ഒരു കൺസ്യൂമറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അട്രാക്റ്റീവ് ആണ് ഇതുവരെ. അതായത് നമ്മൾ എത്ര യൂണിറ്റ് കൊടുക്കുന്നോ, നമുക്കിപ്പോൾ ഒരു 50 യൂണിറ്റ് കൊടുത്തു 50 യൂണിറ്റ് തിരിച്ചെടുക്കാം. അത് രാത്രിയൊന്നോ പകലൊന്നോ ഭേദമില്ല. അത് നല്ലൊരു അട്രാക്റ്റീവ് പോയിന്റ് ആയിരുന്നു. ആ ഒരു അട്രാക്ഷൻ മുതലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു അട്രാക്ഷൻ മുതലെടുത്തുകൊണ്ടാണ് ഗവൺമെന്റ് ഈ സിസ്റ്റത്തെ നന്നായിട്ട് പ്രോത്സാഹനം നടത്തി സബ്സിഡി കൊടുക്കുന്നു. അങ്ങനെയുള്ള പല രീതിയിൽ ഇതിനെ നല്ല രീതിയിൽ നല്ലൊരു പ്രൊപ്പഗാൻഡ കൊടുത്ത് ഇത് നല്ലൊരു ശതമാനം, ഇപ്പം നമ്മൾ അതിൻ്റെ ഒരു ഇൻസ്റ്റലേഷൻ്റെ ഒരു പ്രോസസ്സ് പറയുകയാണെങ്കിൽ ഏതാണ്ട് ഈ സോളാർ സിസ്റ്റം വെക്കുന്ന ഒരാൾക്കാരുടെ പെർസെൻറ്റേജ് എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് 90% ആൾക്കാരും ഈ സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുണ്ടായി. ബാലൻസ് വെക്കാൻ താല്പര്യമുള്ള ഒരു 10% മാത്രമേ ബാക്കിയുള്ളൂ. ഈ ഒരു സാഹചര്യത്തിലാണ് ഗവൺമെന്റ് നെറ്റ് മീറ്റർ സംവിധാനം, അതുപോലെ തന്നെ TOD സംവിധാനം,
അതുപോലെ തന്നെ ഗ്രോസ് മീറ്റിംഗ് സംവിധാനം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ജനങ്ങളിലെ ഈ പറയുന്ന സോളാറിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. ഗ്രോസ് മീറ്റർ എന്താണ്, നെറ്റ് മീറ്റർ എന്താണ്, അതുപോലെ തന്നെ TOD കാൽക്കുലേഷൻ എന്താണെന്നൊക്കെ ഞങ്ങളുടെ ഇതിന് മുമ്പത്തെ വീഡിയോയ്ക്കകത്ത് ഞങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ആ കാര്യത്തിലേക്ക് കിടക്കുന്നില്ല. ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കെല്ലാം ഉപഭോക്താക്കൾക്കെല്ലാം ഇത് അറിയുകയും ചെയ്യാം. അപ്പോൾ ഈ സിസ്റ്റത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ല സർക്കാർ മനസ്സിലാക്കേണ്ട കാര്യം, അല്ലെങ്കിൽ KSE ബോർഡ് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളൊരു ഓൺ ഗ്രിഡ് സിസ്റ്റം വെച്ച് പകൽ സമയത്ത് തന്നെയാണ് നമ്മൾ ജനറേറ്റ് ചെയ്ത് ഇലക്ട്രിസിറ്റി ബോർഡിലെ ഗ്രിഡ് ലൈനിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ആ സമയത്ത് തന്നെയാണ് നമ്മൾ തിരിച്ചെടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ ഇപ്പോഴത്തെ ഗ്രോസ് മീറ്റർ സംവിധാനത്തിൽ കൊടുക്കുന്ന ഇലക്ട്രിസിറ്റിക്കും എടുക്കുന്ന ഇലക്ട്രിസിറ്റിക്കും അതിൻ്റെ ടൈമിനെ ബേസ് ചെയ്തും എല്ലാം ഇത് തിരിച്ച് അതിന് പേയ്മെന്റ് ഇടുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ പകൽ കൊടുക്കുന്നതിന്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, പകൽ കൊടുക്കുന്നതിന് നമുക്കൊരു 3 രൂപ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്ന 5 രൂപയ്ക്ക് എടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരുന്നുണ്ട്. ഞാനൊരു എക്സാമ്പിളാണ് ഇത് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ഓൺ ഗ്രിഡ് വെച്ച ഉപഭോക്താക്കൾക്ക് അതൊരു വലിയൊരു നഷ്ടമായിട്ട് തന്നെ വരും, ഒരു സംശയം വേണ്ട. അപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിനോട് പറയാനുള്ളത്, നമ്മൾ പകൽ കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പകലെടുക്കാനുള്ള റൈറ്റ് ഒരു ഉപഭോക്താവിനുള്ളതാണ്. കാരണം നമ്മൾ അങ്ങോട്ട് എടുക്കുകയും സെയിം ടൈമിൽ കൊടുക്കുകയും സെയിം ടൈമിൽ എടുക്കുകയും ചെയ്യുമ്പോൾ അത് നെറ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതാണ്. അതേസമയം TOD, അതായത് പീക്ക് ടൈമിൽ, അതായത് വൈകുന്നേരം 6 മുതൽ രാത്രി 10 മണി വരെയുള്ള സമയം ഗവൺമെന്റ് കേരളത്തിന് വെളിയിൽ നിന്ന് പവർ മേടിക്കുന്നത് ഒരു അമിത വില കൊടുത്തു തന്നെയാണ്. അത് വേണമെങ്കിൽ ആ ഒരു ചാർജ് അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മളോട് വാങ്ങാം. നിങ്ങൾക്കറിയാം, പണ്ടൊക്കെ ഒരു ബില്ല് വന്നപ്പോൾ എത്ര യൂണിറ്റ് കറണ്ട് വരുന്നുണ്ട്, ആ കറണ്ടിന് ഒരു ചാർജ്, അതിട്ടാ ബില്ല് വരുന്നത്. ഇന്നിപ്പോൾ ഒരു ബില്ല് നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമുക്കറിയാം, സർവീസ് ചാർജിന് പുറകെ സർചാർജ്, സർചാർജിന് പുറകെ സർചാർജ്, ഇതേ രീതിയിലാണ് ബില്ലുകൾ വരുന്നത്. അപ്പോൾ ഒരു കൺസ്യൂമറിന് വരുന്ന ബില്ലിൻ്റെ അകത്ത് ഒരു 1000 രൂപ വരുന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 700 രൂപ മാത്രമാണ് അയാളുടെ ആക്ച്വൽ ഉപയോഗത്തിന് കൊടുക്കുന്ന ഒരു പേയ്മെന്റ്. ബാക്കി ഈ 300 രൂപയോളം മറ്റ് നമുക്കും അവർക്കും അറിയാൻ പാടില്ലാത്ത ചാർജുകളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യമാണ് നമ്മൾ ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൺ ഗ്രിഡ് ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ആൻസൈറ്റി ഉണ്ട്. ഞങ്ങൾ വെച്ച പൈസ പോയോ, ഇനി ഇത് എന്ത് ചെയ്യും, ഇതെല്ലാം എടുത്ത് കളയേണ്ട വരുമോ എന്നൊരു സാഹചര്യമുണ്ട്. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഒരു കാരണവശാലും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നമുക്കിപ്പോൾ ഈ ഇരിക്കുന്ന ഓൺ ഗ്രിഡിനെ തന്നെ ഓഫ് ഗ്രിഡിലേക്ക് മാറ്റാനുള്ള സംവിധാനമുണ്ട്. പണ്ട് ഈ ഓഫ് ഗ്രിഡിനെ നമ്മൾ പേടിച്ചിരുന്നത്, നമ്മൾ അത് ചെയ്യാൻ മടിച്ചിരുന്നത്, അന്ന് ഉണ്ടായ ഒരു ഇഷ്യൂ നമ്മൾ ബാറ്ററിയെ സംബന്ധിച്ച സ്റ്റോറേജ് സിസ്റ്റം. കാരണം ആ ബാറ്ററിയെ സംബന്ധിച്ചിടത്തോളം 4 അല്ലെങ്കിൽ 5 വർഷത്തിൽ കൂടുതൽ അതിന് ലൈഫില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ വളരെ അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിരവധി സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. അതിന് നല്ല ലൈഫും നല്ല ക്വാളിറ്റിയുള്ള, അത് എത്ര കിലോവാട്ട് വേണമെങ്കിലും സ്റ്റോർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ഈ പറയുന്ന ഓൺ ഗ്രിഡ് ഉപഭോക്താക്കൾക്ക് തീർച്ചയായിട്ടും ഓഫ് ഗ്രിഡിലേക്ക് വരുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതുപോലെ ഞങ്ങൾ മുരിക്കൻസ് ഒരു 5 വർഷം മുമ്പ് തന്നെ ഈ ഒരു ട്രാപ്പ് മനസ്സിലാക്കുകയും അതിനൊരു പരിഹാരം ഞങ്ങൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അതായത് ബാറ്ററി ഇല്ലാണ്ട് തന്നെ സോളാർ പാനലിൽ നിന്ന് വരുന്ന പവർ ഡയറക്റ്റ് ആയിട്ട് ഒരു ഇൻവെർട്ടറിന്റെ സഹായത്തിൽ ഒരു ലോഡിലേക്ക് സപ്ലൈ ചെയ്യാനുള്ള ഒരു സംവിധാനം ഞങ്ങൾ ഓൾറെഡി 5 വർഷം മുമ്പ് ഞങ്ങൾ കണ്ടുപിടിക്കുകയും അത് മാർക്കറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഉപഭോക്താക്കളോട് പറയുന്നു, നമുക്ക് ഓഫ് ഗ്രിഡിലേക്ക് പോകാം, അതുപോലെ തന്നെ ബാറ്ററി ഇല്ലാത്ത സിസ്റ്റത്തിലേക്ക് പോകാം. ബാറ്ററി ഇല്ലാത്ത സിസ്റ്റത്തിനുള്ള കുഴപ്പം വെച്ചാൽ നമ്മൾ ലോഡിന് അനുവാദ്യമായിട്ടുള്ള പാനൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അത് ട്രിപ്പ് ആകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ ആ ലോഡ് കുറച്ചുകൊണ്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു ഗ്രിഡ് ഉണ്ടെങ്കിൽ ഗ്രിഡുമായിട്ട് കോമ്പൻസേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം നമുക്ക് ചെയ്യാം. അതിന് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പെർമിഷന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഓൺ ഗ്രിഡ് വെച്ച ഉപഭോക്താക്കൾ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനൊരു ഈ ഗവൺമെന്റോ അല്ലെങ്കിൽ KSEBയോ ഒരു തീരുമാനം, ഏതെങ്കിലും നമുക്ക് എഗനിസ്റ്റ് ആയിട്ടുള്ള തീരുമാനം എടുത്താൽ നമുക്ക് സർവേ ചെയ്യാനുള്ള ഒരു സാഹചര്യം 100% ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയുകയും, ആ കൂടെ തന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു ഓൺ ഗ്രിഡ് സിസ്റ്റം അല്ലെങ്കിൽ ഓഫ് ഗ്രിഡ് സിസ്റ്റം എടുക്കുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ അതിന് വരുന്ന ഇൻവെസ്റ്റ്മെന്റ് അല്ല, ആഫ്റ്റർ സെയിൽ സർവീസ് സപ്പോർട്ടാണ്, അതിൻ്റെ ക്വാളിറ്റിയാണ്. ഒരു ക്വാളിറ്റിയുള്ള ഉൽപ്പന്നമാകണം. രണ്ടാമത് അതിന്
ഒരു ആഫ്റ്റർ സെയിൽ സർവീസ് പ്രോംപ്റ്റ് ആയിട്ട് കിട്ടുന്ന കമ്പനികളെ മാത്രമേ നിങ്ങൾ സെലക്ട് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ വേസ്റ്റ് ആവും. നമ്മൾ പലപ്പോഴും കമ്പനികളുടെ ഓഫറിലേക്ക് പോവുകയും ഓരോ സ്ഥാപനങ്ങളുടെ ഓഫറിലേക്ക് പോവുകയും സോളാർ എന്ന് പറഞ്ഞാൽ അത് ഒരു ബാറ്ററിയും പാനലും അല്ല ഇൻവെർട്ടറും കണ്ടാൽ അതാണ് സോളാർ എന്ന് കരുതുന്ന ആ രീതി വിട്ടിട്ട് അതിൻ്റെ ഏതൊക്കെ കോൺഫിഗറേഷനാണ്, ഏതൊക്കെ ക്വാളിറ്റിയാണ്, അതിന് ആരാണ് വാറണ്ടി തരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുകയും അതിന് നിങ്ങൾക്കൊരു നല്ല ഉറപ്പുള്ള അല്ലെങ്കിൽ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കമ്പനികളിൽ നിന്ന് സാധനം എടുക്കുകയും ചെയ്യുകയാണ് ഏറ്റവും നല്ലൊരു മാർഗം. അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും ദുഃഖിക്കേണ്ട പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി.